ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലക്ഷറി കാർ അടിച്ചു മാറ്റാനാണ്. അതും സിൽവർ ഗൈസ്, സിൽവർ. ഇവിടെ എന്തോ ഇവൻ്റ് അങ്ങാണ്ട് നടക്കുവാണെന്ന് തോന്നുന്നു കാസിൻ്റെ. അപ്പം എന്തായാലും നമുക്ക് ആ കാറ് നൈസായിട്ട് പൊക്കിക്കൊണ്ട് പോകണം. അത് എങ്ങനെ പൊക്കുമെന്നാണ് ഒരു പ്ലാൻ ഇല്ലാത്ത. ഇപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. പക്ഷെ നമുക്ക് ചിന്തിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. കാര്യം നമുക്ക് അടുത്ത പരിപാടി ഒരുപാട് കിടക്കുകയാണ്. You know what it is, punk? Shithead! Bitch ass nigga. Stupid bitch ass. Shut the fuck up! I'll tear your eyes out. അപ്പം നൈസായിട്ടൊരു മിസൈലെടുത്തങ്ങ് ചാമ്പ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് വണ്ടി നമ്മളെ വീട്ടിലെത്തിക്കണം. അപ്പോൾ നമുക്ക് ലംബോർഗിനി എടുത്ത് പെട്ടെന്ന് സ്ഥലം വിടാം. അപ്പോൾ നമ്മളെ ലംബോർഗിനിയെ കുറിച്ച് പറയാനൊന്നും ഒരു രക്ഷയില്ല. ബുള്ളറ്റ് പ്രൂഫാണോ ക്രാഷ് പ്രൂഫാണോ ഒന്നും അറിയാൻ വയ്യ. വണ്ടിക്ക് ഒരു പോറൽ പോലും വരുന്നില്ല. ഇനി സിൽവർ ആയതുകൊണ്ടാണെന്നൊന്നും അറിയാനും വയ്യ. എന്തായാലും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തിക്കണം. അടുത്ത വണ്ടി പൊക്കാൻ പോകണം. അപ്പോൾ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അടുത്ത നമ്മളെ റോബറിക്കുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഉടനെ അടുത്ത വണ്ടി പിക്ക് ചെയ്യാൻ പോവുകയാണ്. ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ് ഈ വണ്ടി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്ന അവിടെയാണ് വണ്ടി ഉള്ളതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് തോ കിടക്കുന്നത് ഗൈസ്. നമ്മൾ പൊക്കാൻ പോകുന്ന അടുത്ത കാർ ഏതാണെന്ന് അറിയാൻ വയ്യല്ലോ. ബോണറ്റൊക്കെ സ്പ്ലിറ്റ്. എൻ്റെ മോനെ തീ സാധനം. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഉടനെ സ്കെച്ചാവും. അതിന് മുമ്പേ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകണം.
അപ്പോൾ നമ്മൾ സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് പാർക്ക് ചെയ്യുക, അടുത്ത റോബറിക്ക് പോവുക. സെറ്റ് കണ്ട എന്നാ ലുക്കാ. ഇനി നമ്മൾ മൂന്നാമത്തെ വണ്ടി തപ്പി പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട്. കണ്ടിട്ടൊരു ഫെറാറിയുടെ ലുക്കൊക്കെ ഉണ്ട് കാറിന്. ഗൈസ്, അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ 2 പേരുണ്ട്, വീടിൻ്റെ മുകളിൽ 2 പേരുണ്ട്. ആദ്യമേ ഇവരെ 4 പേരെയും തീർക്കണം. വണ്ടി പെട്ടെന്നെടുത്ത് നമ്മളെ വീട്ടിലെത്തിക്കണം. തുടർന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് വിടുന്ന സ്ഥലം വിടണം. കാര്യം കേസായതുകൊണ്ട് ചെറുക്കന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. Dumb luck right there. Take cover, damn it! Stay with me! Let's go! I could use some... ഇനി നമ്മളെ മൂന്നാമത്തെ കാർ നമ്മൾ എല്ലാവരെയും കണ്ണു തട്ടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത റോബറി, നമ്മളെ 4ാമത്തത്, നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഗൈസ്, ബുഗാട്ടി. എനിക്ക് തോന്നുന്നു വണ്ടി എടുത്ത ചേച്ചി ഫ്രീ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ സാധനത്തെ 2 എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്ത് സ്ഥലം വിടണം. ഗൈസ്, അപ്പോൾ റോഡിലൊന്നും ആരുമില്ല. അപ്പോൾ
ടാസ്കായി. നമ്മളെ കിറുക്കന്മാർ വളഞ്ഞേക്കാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയും സ്കിപ്പായേ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് ഫാസ്റ്റസ്റ്റ് കാറാണ്. അതുകൊണ്ട് പിന്നെ ആർക്കും നമ്മളങ്ങനെ ചേസ് ചെയ്ത് പിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ വീട്ടിലെത്തിക്കുന്നു. നമ്മൾ അടുത്ത 5ാമത്തെ വണ്ടിക്കുള്ള യാത്ര തുടങ്ങുന്നു. നമ്മളെ വീടെത്തിയിരിക്കുകയാണ്. നമ്മളെ 4ാമത്തെ കാർ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി 5ാമത്തെ കാർ എടുക്കാൻ പോകുന്നു. വണ്ടിയുടെ ലുക്ക് കണ്ട എൻ്റെ മോനെ. ലാസ്റ്റത്തെ നമ്മളെ റോബറിയാണ്. അപ്പം തൊട്ട് ചെവരെ തന്നെയാണ് അവിടുത്തെ ആ ലാസ്റ്റത്തെ റോബറി. കണ്ടേ, നമുക്ക് കാണാൻ പറ്റും. ഇല്ല കിടക്കുന്ന വണ്ടിയാണ് നമ്മൾ ലാസ്റ്റായിട്ട് അടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. കിടക്കുന്നത് ബെൻസിൻ്റെ 6 വീലറാണ് കേട്ടോ. അതും ഓഫ് റോഡ് വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നൈസായിട്ടൊന്ന് നോക്കാം. എന്നിട്ട് എങ്ങനെ എടുത്തുകൊണ്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് എടുത്തുകൊണ്ട് പോയിക്കളാം. എന്തായാലും ലാസ്റ്റ് റോബറി ആണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും മിസ്സാവല്ലോ. എല്ലാ വണ്ടി എടുത്ത ഒരു ടാസ്ക് എന്തായാലും നമുക്ക് ഈ വണ്ടി കിട്ടിയില്ല. നൈസായിട്ട് എടുത്തുകൊണ്ട് വന്നു. Well, fuck it. അപ്പോൾ ഇവിടെ ഒരു ഓഫ് റോഡ് ബൈക്ക് ഇരിപ്പുണ്ട്. അപ്പം അതും കൂടെ എടുത്ത് നമ്മളെ വണ്ടി വെച്ചുകൊണ്ട് നമുക്ക് നൈസായിട്ട് പോവാം. ആൾക്കാരൊക്കെ റിയാക്ഷൻ കണ്ടോ? ഓ മെർസിഡീസ് ബെൻസ് ഗൈസ്. ആൻഡ് ഫൈനലി അങ്ങനെ നമ്മളെ ബെൻസും നമ്മളെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു പട്ടി ഷോയൊക്കെ കാണിക്കല്ലേ, വണ്ടിയൊക്കെ തിളങ്ങുന്നുണ്ടോ? എൻ്റെ മോനെ മറക്കാ ചാനൽ സബ് ചെയ്യുക. ഇതിനൊക്കെ തള്ള തീപ്പൊരു സാധനമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. പാർക്കിങ്ങിനൊന്നും വന്നു സ്ഥലമില്ല വീട്ടിൽ. ഇനിയിപ്പോൾ റോഡിൽ ഇടേണ്ടി വരും ഇങ്ങനെ പോയാൽ. നമ്മളെ ബെൻസ് ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.